ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിവിടെ കാജു കത്ലി ഉണ്ടാക്കുന്ന പോലെ ബദാം കത്ലി ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഞാൻ കുറച്ച് ബദാം എടുത്തിട്ടുണ്ട്. അത് നല്ല ചൂടുവെള്ളത്തിൽ 2 മണിക്കൂർ അത് കുതിർത്ത് വെക്കണം. ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച ബദാം ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തൊലി ഇങ്ങനെ പെട്ടെന്ന് പോരും. ഞാൻ ഇതുപോലെ എല്ലാ ബദാമിൻ്റെയും തൊലി ഇങ്ങനെ എടുത്തത് ചൂടുവെള്ളത്തിൽ ഇട്ടുകൊണ്ടാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റിയത്. ഒരു 1 hour സോക്ക് ചെയ്ത് വെക്കണം. ഇത് അപ്പോൾ എളുപ്പം നമുക്കിങ്ങനെ തൊലി ഉരിച്ചെടുക്കാം. ഇനി നമുക്കിത് മിക്സിക്കകത്തിട്ട് ഒന്ന് അരച്ചിട്ട് വരാമേ. ഇങ്ങനെ ഞാൻ മിക്സി ജാറിനകത്തിട്ട് ഇങ്ങനെ പൊടിച്ചെടുത്തോണ്ട് വന്നേ. ഇവിടെ ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇത് പഞ്ചസാര പാനി പോലെ ഉണ്ടാക്കുവാണേ. പഞ്ചസാര പാനിക്കകത്ത് തന്നെ നമ്മൾ 1 സ്പൂണ് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഒത്തിരി ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു നൂൽ പരുവം ആയി കഴിഞ്ഞാൽ പഞ്ചസാര പാനി അതിനകത്തോട്ട് ഞാൻ ബദാം പൊടിച്ച് വച്ചിരിക്കുന്നത് അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. അതിനകത്തോട്ട് തന്നെ ഞാൻ 1 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാമേ. ഈ പരുവത്തി ആയപ്പോൾ ഞാൻ ഗ്യാസ് ഓഫാക്കിയേ. അങ്ങനെ നമ്മുടെ ബദാം കത്ലി റെഡി. ആറിക്കഴിഞ്ഞ് നല്ലപോലെ കുഴച്ച് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ പരത്തി കട്ട് ചെയ്തെടുത്താണ്. നിങ്ങൾ ഇതേ മെത്തേഡിലൊന്ന് ചെയ്ത് നോക്കണേ. കാഷ്യൂ നട്ട്സ് വച്ചും ഇതുപോലെ തന്നെ നമുക്കുണ്ടാക്കാം. പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാമേ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. ഇത് 2-3 ദിവസം വരെ കേടാകാതെ ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. തീരെ കനം കുറഞ്ഞ് പരത്താൻ പാടില്ല, മീഡിയമായിട്ടേ പരത്താവൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.